പിന്നെ ബയോട്ടറി സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് പ്ലാൻ കിങ്ഡമാണ്. പ്ലാൻ കിങ്ഡത്തെ മെയിൻ കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ആ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനിലെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം, നാച്ചുറൽ സിസ്റ്റം, ഫൈലോജനിക് സിസ്റ്റം, അതിൻ്റെ ഓരോ സംഭവങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ആൽഗെ, പിന്നെ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് നമുക്ക് വലിയായിട്ട് ഇമ്പോർട്ടൻസ് ഒന്നും അതിൽ മനസ്സിലാവില്ല. അതിന് ലൈഫ് സൈക്കിൾ ഒന്ന് ഓർത്ത് വയ്ക്കാനുള്ളത് ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ആൽഗയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ആ ആൽഗയുടെ ഓരോ ആ ചെറിയൊരു ബോക്സ് ഇല്ല, ആൽഗ എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ബോക്സാണ്. ആ ബോക്സ് വായിച്ച് നമുക്ക് ആ സമ്മറി മൊത്തം മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ആൽഗയുടെ ഓരോ കാര്യങ്ങളും, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ എന്താ പറയുക ഓരോത്തിൻ്റെ എക്സാമ്പിളുകൾ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോ സ്റ്റോറേജ് ബോഡീനെ പറ്റിയുള്ള കാര്യങ്ങളില്ലേ, അതൊന്ന് ഓർത്ത് വയ്ക്കാൻ നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇതിന് കൺഫ്യൂഷൻ അടിക്കും, ഇങ്ങനെ പ്രോട്ടീൻ കോർ ഉള്ളിലാണോ പുറത്താണോ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കും. പിന്നെ ബ്രയോഫൈറ്റ്സിലാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ മോസസിനെ പറ്റി, ലിവർ ബേർഡ്സിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിന് വായന മാത്രം മതിയായിരിക്കും, വേറെ എക്സ്ട്രാ നമ്മൾ പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ടെറിഡോഫൈറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും അത് തന്നെ മതി. രണ്ടിന് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ട് എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടെറിഡോഫൈറ്റ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓരോ ക്ലാസ്സസിൻ്റെയും ഇങ്ങനെ എക്സാമ്പിൾ വേർതിരിച്ച് കൊടുത്തിട്ടില്ലേ, അപ്പം ഈ മാച്ച് ദ ഫോളോയിങ് വരും, ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് വരും. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ ജിംനോസ്പേംസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ആ കോണിൻ്റെ ഡിഫറൻസിയേഷനും നമുക്ക് ആ ജിംനോസ്പേംസിനെ വായിക്കുന്ന കുറച്ച് കൺഫ്യൂഷൻ വരും. അതൊന്ന് 2-3 പ്രാവശ്യം ഇരുത്തി വായിക്കേണ്ടി വരും, കാരണം നമുക്ക് പെട്ടെന്ന് പിടികിട്ടുന്നൊരു സംഭവമല്ല ജിംനോസ്പേംസിൻ്റെ അത്. അപ്പോൾ അതൊന്ന് 2-3 പ്രാവശ്യം ഇരുത്തി വായിച്ചാൽ കിട്ടുന്ന പ്രശ്നങ്ങളുള്ളൂ. ആൻജിയോസ്പേംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലുതായിട്ട് നോക്കാനൊന്നുമില്ല. പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് തുടക്കത്തിലെ ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടലിൻ്റെ കാര്യങ്ങളും, അപ്പോൾ അതിനൊക്കെ മെയിനായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് വരിക. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസായിട്ട് ആ സെൻറ്റൻസിലെ മൈന്യൂട്ട് പോയിൻറ്റ്സ് ഇല്ലേ, അത് നമ്മളിങ്ങനെ ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആണെങ്കിൽ അത് വേർതിരിച്ചൊന്നും പോകാതെ ഒന്ന് നോക്കി പഠിച്ചു വെച്ചാൽ മതി.